മുനമ്പം ഭൂമി വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ. അവരതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി വളരെ പാടുപെടുകയും ചെയ്യുന്നുണ്ട്. മുനമ്പം ഭൂമി വഖഫ് ബോർഡിൻ്റെ തന്നെയാണ്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള വാദം പുറത്ത് വേറെ തരത്തിലുണ്ട്. ഇപ്പോഴിതാ ഈ ഭൂമിയുടെ അവകാശികളുടെ ഒരു തലമുറയിൽപ്പെട്ട നല്ല പ്രായം ചെന്ന അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ മരുമകളായ ഷംസാദ് ഹുസൈൻ ചില രേഖകളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ ഭൂമി വഖഫ് ബോർഡിൻ്റേതല്ല, ഇത് വഖഫ് ബോർഡിന് ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഇത് ഞങ്ങൾക്ക് രാജാവ് പാട്ടമായി നൽകിയതാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ അബ്ദുൽ സത്താർ ഹാജി മൂസയ്ക്ക് രാജാവ് പാട്ടത്തിന് നൽകി, തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതാണ് 404 ഏക്കർ ഭൂമി. അന്ന് രാജാവാണ് അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്നും കേരളത്തിൽ വ്യാപാരം നടത്താനും കച്ചവടം നടത്താനുമായിട്ടൊക്കെ വന്ന അബ്ദുൽ സത്താർ ഹാജി മൂസയ്ക്ക് പാട്ടത്തിന് നൽകിയത്. ഇങ്ങനെ വ്യവസായത്തിനും കച്ചവടത്തിനുമായിട്ട് പാട്ടത്തിന് നൽകുന്നത് സർക്കാരുകൾ നമ്മുടെ ഭൂമി പാട്ടത്തിന് നൽകുന്നത് സ്ഥിരം പരിപാടിയാണ്. പണ്ട് രാജാവിൻ്റെ കാലത്തുമുണ്ട്, ഇന്നത്തെ കാലത്തുമുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റിയിൽ ടീകോമിന് കൊടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, പാട്ടത്തിന് കൊടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതുമായുള്ള ചില വിഷയങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ടെക്നോ പാർക്ക് ഉണ്ടാക്കാൻ, വലിയൊരു സ്മാർട്ട് സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭൂമി അവർക്ക് പാട്ടത്തിന് കൊടുത്തത്, ടീകോമിന് പാട്ടത്തിന് കൊടുത്തത്. അതുപോലെ നമ്മുടെ നാട്ടിൽ വ്യവസായവും കച്ചവടവും ഒക്കെ വളരുന്നതിനും അത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ട് അന്നത്തെ ഭരണാധികാരികളും ഇന്നത്തെ പോലെ തന്നെ രാജാവും നമ്മുടെ ഭൂമി 404 ഏക്കർ ഈ ഗുജറാത്തിൽ നിന്നും കച്ചവടം നടത്താൻ വന്ന അബ്ദുൽ സത്താർ ഹാജി മൂസയ്ക്ക് കൊടുത്തു, പാട്ടത്തിനാണ് കൊടുത്തത്. അത് അവരവിടെ ആ ഭൂമി വെച്ചിട്ട് അവരവിടെ കച്ചവടവും വ്യവസായവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളും ചുമതല എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ ഏൽപ്പിച്ചു. സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളും കൂടെ അതിൻ്റെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഈ അബ്ദുൽ സത്താർ ഹാജി മൂസയെ പറ്റിച്ചുകൊണ്ട് ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആള് ഈ ഭൂമി അയാൾ സ്വന്തമാക്കിയെടുത്തു. 1950 ഇതെല്ലാം ഷംസസ് ഹുസൈൻ പറയുന്ന രേഖകളുമായിട്ട് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഈ 1950 ഇദ്ദേഹം കൃത്രിമ രേഖ ഉണ്ടാക്കി, എല്ലാം വച്ചിട്ട് കൃത്രിമ പ്രമാണം ഉണ്ടാക്കിയിട്ട് അത് അയാളുടെ പേരിലാക്കി മാറ്റി ഈ ഭൂമി മൊത്തം. അബ്ദുൽ സത്താർ ഹാജി മൂസ അത് അവരുടെ കയ്യിലാണ് ഭൂമി എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം രഹസ്യമായിട്ട് ഇതെല്ലാം കൃത്രിമ രേഖ ഉണ്ടാക്കിയിട്ട് 50 ഇയാൾ പ്രമാണമൊക്കെ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഫാറൂഖ് കോളേജ് അവിടെ തുടങ്ങാൻ വന്നപ്പോൾ ഫാറൂഖ് കോളേജിന് വേണ്ടി ഭൂമി അദ്ദേഹം വിലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ സിദ്ദിഖ് സേട്ടാണ് ഫാറൂഖ് കോളേജിന് ഭൂമി എഴുതി കൊടുക്കുന്നത്. അത് ഫാറൂഖ് കോളേജുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നത് സിദ്ദിഖ് സേട്ട് എന്നൊരാളാണ് ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾക്ക് കൈമാറിയത്. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ കിട്ടിയത് വില കൊടുത്ത് വാങ്ങിയാണ്, എന്തായാലും ഞങ്ങൾക്ക് കൈമാറി ഞങ്ങൾക്ക് തന്നത് ഈ സിദ്ദിഖ് സേട്ടാണ്. ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്നത് അബ്ദുൽ സത്താർ ഹാജി ഈ പാട്ടത്തിന് ഭൂമി രാജാവിൽ നിന്നും പാട്ടത്തിന് ഭൂമി കിട്ടിയ ആളിൻ്റെ കുടുംബാംഗമാണ് എന്നാണ് ഞങ്ങൾക്കുള്ള അറിവ്. അത് അബ്ദുൽ സത്താർ ഹാജിയുടെ കുടുംബാംഗമാണെന്ന് അവർ പറയുന്നില്ല, ഈ ഫാറൂഖ് ബോർഡ് ആൾക്കാർ പറയുന്നില്ല. അതായത് രാജാവിൽ നിന്നും പാട്ടത്തിന് കിട്ടിയ ഭൂമിയുടെ കുടുംബാംഗമായ ഒരാൾ, ആ ഭൂമി പാട്ടത്തിന് കിട്ടിയ ഒരാൾ, അതിലെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അതായത് ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആള് ഞങ്ങൾക്ക് ഭൂമി തന്ന് ഞങ്ങൾ വാങ്ങി, ഞങ്ങളെടുത്തു, അങ്ങനെ ഞങ്ങളുടെ കയ്യിലായി. അതുകൊണ്ട് 1950 പ്രമാണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി പ്രമാണം അനുസരിച്ച് ഞങ്ങളുടെ ഭൂമിയാണ് വഖഫ് ബോർഡ് എന്ന് പറയും. 2019 അവർ പ്രമാണം പതിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡ് പറയുന്നത്. ഇനി ഈ ഷംസസ് ഹുസൈൻ പറയുന്നത്, അതായത് അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ മരുമകളായ ഷംസസ് ഹുസൈൻ പറയുന്നത്, ഈ അബ്ദുൽ സത്താർ ഹാജിയുടെ കൂടെ നിന്ന ആൾ, ഇയാൾക്ക് ഞങ്ങളുടെ കുടുംബവുമായിട്ടോ യാതൊരു ബ്ലഡ് റിലേഷനുമില്ല. ഞങ്ങൾക്കൊപ്പം ഈ അബ്ദുൽ സത്താർ ഹാജിയുടെ സഹായിയായിട്ട് വന്ന ആളാണ്. അയാൾക്ക് ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഞങ്ങളുടെ ഒരു ബ്ലഡ് റിലേഷൻ അദ്ദേഹത്തിനില്ല, രക്തബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒപ്പിട്ടത് ഞങ്ങളുടെ രക്തബന്ധമില്ലാത്ത ഞങ്ങൾക്ക് തന്ന രാജാവ് തന്ന ഭൂമിയുടെ പാട്ടത്തിന് തന്ന ഭൂമിയുടെ അവകാശം അദ്ദേഹത്തിന് കിട്ടില്ല. ഞങ്ങളുടെ രക്തബന്ധം അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അയാളാണിത് എഴുതി കൊടുത്തത്, അതിന് വിലയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഭൂമി ഞങ്ങളുടെ പാട്ടത്തിലുള്ള ഭൂമിയാണ്. അതിൻ്റെ രേഖകൾ മുഴുവനും ഒറിജിനൽ രേഖകളെല്ലാം കൊണ്ടാണ് ഈ ഷംസസ് ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഈ വനിത രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോഴും അബ്ദുൽ സത്താർ, ഗുജറാത്തുകാരൻ അബ്ദുൽ സത്താർ ഹാജി മൂസയുടേതാണ്. അത് പാട്ടത്തിന് ഇപ്പോഴുള്ളതാണ്. അത് ഇപ്പോൾ ആ ഭൂമി പാട്ടത്തിന് ഉണ്ടെങ്കിൽ പോലും അത് രാജാവിൻ്റെ വകയാണ്. ആ
ഭൂമി രാജാവ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അത് ഗവൺമെന്റിന്റെ വകയാണ്. അപ്പോൾ ആ മുനമ്പം ഭൂമി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വകയാണ്. ഇതാണ് ഈ ഷംസദ് ഹുസൈൻ പറയുന്നത്. ഇനി എന്തായാലും അതിൻ്റെ അന്വേഷണങ്ങളെല്ലാം നടക്കുകയാണ്. നമ്മുടെ കമ്മീഷൻ ഇതിനെ നിയമിച്ചു കഴിഞ്ഞു സംസ്ഥാന സർക്കാർ. ആ കമ്മീഷനെ വെച്ചിട്ട് കമ്മീഷൻ ഇതെല്ലാം കണ്ടെത്തുമോ എന്നറിയില്ല. അതോ അല്ലാതെ തന്നെ ഈ വഖഫ് ബോർഡിന് അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണോ, സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിന് അനുകൂലമായ റിപ്പോർട്ടാണോ ഇനി കമ്മീഷൻ സമർപ്പിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല. ഇത്തരം രേഖകളും ഇത്തരം വസ്തുതകളും കൂടി ഈ കമ്മീഷൻ കണക്കിലെടുക്കുമോ എന്നറിയില്ല. എന്തായാലും നോട്ടീസ് അയച്ചിട്ടുണ്ട്, വഖഫ് ബോർഡിനും ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇത് നമുക്ക് കാത്തിരിക്കാം ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ എന്തായാലും ഈ മുനമ്പം ഭൂമി വിഷയം കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായി എല്ലാ കാലവും നിലനിൽക്കും. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ വിഷയം വളരെ സജീവമായി ചർച്ചാ വിഷയമാകുമെന്നതിന് തർക്കവുമില്ല.